അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ റമദാനിൻ്റെ 3-ാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെ സ്വീകരിക്കട്ടെ. റമദാനിലെ 3-ാമത്തെ നോമ്പ് വളരെ വിശിഷ്ടമായ ഒരു നോമ്പാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ടുള്ള ദിവസം കൂടിയാണ് വിശുദ്ധമായ റമദാനിലെ 3-ാമത്തെ ദിവസം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് പിടിച്ച ബിദ്അത്തും മിന്നി, എന്നിൽ നിന്നുള്ളൊരു കഷ്ണമാണ്, എൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ചേർത്ത് പിടിച്ച അരുമ മകളാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഹദീസിൻ്റെ ചരിത്രത്തിലേക്ക് മഹദിയുടെ മഹത്വം തോരാതെ നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് കുറച്ച് സംസാരിക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മകൾ ആയിട്ടാണ് ചരിത്രം ലേഖനം ചെയ്യുന്നത്. ഫാത്തിമ ബീവിയുടെ ഉമ്മ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ പുന്നാര മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബിഅസത്തിന് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ്, കുറച്ചു ദിനങ്ങൾക്ക് മുമ്പാണ് മക്കയിൽ മഹദിയായ ഫാത്തിമ ബീവി ജനിക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബിഅസത്ത് ലഭിക്കുന്നതിന് മുമ്പ്, നുബുവത്തൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് കുറഞ്ഞ ദിവസങ്ങൾക്ക്, കുറഞ്ഞ സമയങ്ങൾക്ക് മുമ്പാണ് മഹദിയായ ഫാത്തിമ ബീവി മക്കയിൽ ജനിക്കുന്നത്. മറ്റൊരു അഭിപ്രായമുണ്ട്, ഹിജ്റയ്ക്ക് ശേഷമെന്നുള്ള അഭിപ്രായമൊക്കെ കാണാൻ കഴിയും. എന്തായാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പലതരം ഹദീസുകളിൽ മഹദിയായ ഫാത്തിമ ബീവിയുടെ മഹത്വങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് സംസാരിക്കാം. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കീഴിലായിട്ട്, പരിലാളനയിലായിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചതും വളർന്നതുമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ വസതിയിൽ തന്നെയാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ നുബുവത്തിൻ്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചോ, എന്തൊക്കെ പ്രയാസങ്ങൾ സഹിച്ചോ, അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് മഹദി വളർന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ബിദ്അത്തും മിന്നി, ഫാത്തിമ ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്നിൽ നിന്നുള്ളതാണ്. ഫമൻ അഅ്ളബഹാ ഫഖദ് അഅ്ളബനി, ഫാത്തിമ ബീവിയെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ, കോപിപ്പിച്ചാൽ, അത് എന്നെ കോപിപ്പിക്കുന്നതിന് സമാനമാണ്, എന്നെ ദേഷ്യം പിടിപ്പിച്ചവനെ പോലെയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ റസൂലുള്ള തന്നിലേക്ക് ചേർത്തി പറഞ്ഞ മഹദിയായ അരുമ മകളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ചരിത്രത്തിലൊക്കെ പല സ്ഥാനപ്പേരിൽ മഹദി അറിയപ്പെടുന്നുണ്ട്. സഹ്റ, അതുപോലെ തന്നെ ബത്തൂൽ എന്ന സ്ഥാനപ്പേരൊക്കെ മഹദിക്ക് ലഭിക്കുന്നുണ്ട്. റസൂലുള്ള പറയുന്നുണ്ട്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന എന്ന് മഹദിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സ്വർഗനിവാസികളിലെ സ്ത്രീകളുടെ സയ്യിദയാണ്, സ്ത്രീകളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമ ബീവി എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ നമുക്കറിയാം, പലതരം പ്രയാസങ്ങളൊക്കെ റസൂലിന് വന്ന സമയത്ത് റസൂലിന് എല്ലാവിധ താങ്ങും തണലുമായി നിന്ന 2 മഹദികളിൽപ്പെട്ട ഒരാളാണ് ഫാത്തിമ ബീവി. ഒന്ന് ഫാത്തിമ ബീവിയുടെ ഉമ്മയായിട്ടുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണെങ്കിൽ, മറ്റൊന്ന് അരുമ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ചരിത്രത്തിൽ നമുക്കറിയാൻ പറ്റും, കഅബയുടെ സമീപത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുശ്രിക്കീങ്ങൾ പ്രയാസപ്പെടുത്തിയ സമയത്ത് ചില ആളുകൾ വന്നുകൊണ്ട് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുജൂദിൽ കിടക്കുന്ന സമയത്ത് റസൂലിൻ്റെ മുതുകിൽ ഇട്ട സമയത്ത് ഇത് കണ്ടുകൊണ്ട് ചെറിയ കുഞ്ഞായ മഹദിയായ ഫാത്തിമ ബീവി ഓടി വന്നുകൊണ്ട് ആ റസൂലിൻ്റെ മുതുകിലുള്ള ആ കുടൽമാല എടുത്തു മാറ്റുകയും ഉപ്പയുടെ ഈ സങ്കട അവസ്ഥ കണ്ടുകൊണ്ട് കരയുകയും ചെയ്യുന്നു എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാൻ പറ്റും. ബുഖാരിയിൽ പറയുന്നു, വബഖത്ത്, മഹദിയായ ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയുണ്ടായി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അലാമൻ അല്ലാഹു തന്നെ ബുദ്ധിമുട്ടാക്കിയ ആളുകൾക്കെതിരെ റസൂലുള്ള പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നിസ്കരിക്കുന്ന സമയത്ത് പോലും സ്വസ്ഥത തരാത്ത ഒരു സാഹചര്യം കഅബാലയത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ പ്രയാസമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന സമയത്ത് താങ്ങും തണലും ചേർത്ത് പിടിക്കലും സ്വന്തം മകളായ ചെറിയ കുഞ്ഞായിട്ട് പോലും ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചത് മഹാനായ റസൂലിൻ്റെ കുടുംബവുമായിട്ടുള്ള അലി റളിയല്ലാഹു തആല അൻഹുവാണ്. അലി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അലി തങ്ങളുടെ കരങ്ങളിൽ ഫാത്തിമ ബീവിയെ കൊടുക്കുന്നുണ്ട്. മഹർ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾക്ക് അലി തങ്ങൾ കൊടുത്തതൊരു പരിചയമാണ്.
ഒരു പരിചയമാണ്. പിന്നീട് ആ അലിത്തങ്ങളുടെ കൂടെ, അലിത്തങ്ങളെ സംബന്ധിച്ച് അലിത്തങ്ങളുടെ നമുക്കൊക്കെ അറിയാം, സാമ്പത്തികാവസ്ഥ വളരെ ദയനീയമായിരുന്നു. എന്നിട്ട് പോലും ഒട്ടും ആശങ്കപ്പെടാതെ ഫാത്തിമ ബീവിയുടെ കരങ്ങൾ, അലിത്തങ്ങളുടെ കരങ്ങളിൽ റസൂലുള്ള കൊടുത്തുകൊണ്ട്, അലിത്തങ്ങൾ രണ്ടുപേരും സുഹുദിൽ അറിയപ്പെടുന്ന ആളുകളാണ്. വളരെ പരിത്യാഗം കാണിക്കുന്ന, ദുനിയാവിനെ ത്യജിച്ച ആളുകളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ഇങ്ങനെ രണ്ടുപേരും കൂടി സുഹുദിൽ അറിയപ്പെട്ടത് കൊണ്ട് തന്നെ ഏത് പ്രയാസഘട്ടങ്ങളിലും രണ്ടുപേർക്കും ചേർത്ത് പിടിക്കാം, രണ്ടുപേർക്കും അതിജയിക്കാം എന്നുള്ള ഉറപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നത് ഇരു മനസ്സുകൾ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു മേഖലയാണ്. മഹദിയായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയും മഹാനായിട്ടുള്ള അലിയോർ തങ്ങളും കൂടിയുള്ള ദാമ്പത്യ ജീവിതം വളരെ സന്തോഷദായകമായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഇരുവരും വളരെയധികം നേരിട്ടിരുന്നു. ഗോതമ്പ് പൊടിച്ചുകൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയ മഹാനായ അലിയോർ തങ്ങൾ പലപ്പോഴും ഫാത്തിമ ബീവിയുടെ ഈ ഒരു സങ്കടം കണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് താൻ വളരെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് വളർന്ന ഫാത്തിമ ബീവിക്ക് ഇതൊന്നും വലിയ സങ്കടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തന്നെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മഹാനായിട്ടുള്ള അലിയോർ തങ്ങളുടെ ജീവിതവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പലതുമുണ്ട്. അലിയോർ തങ്ങൾ എല്ലാം സഹിച്ചുകൊണ്ടും ദീനിൽ ശുജാഇ എന്നറിയപ്പെടുന്ന, ധീരതയുള്ള ആണെന്നറിയപ്പെടുന്ന മഹാനായ അലി തങ്ങൾ ഫാത്തിമ ബീബിയുടെ ദയനീയാവസ്ഥ കണ്ടുകൊണ്ട് പലപ്പോഴും സങ്കടപ്പെട്ടിരുന്നു. എന്തുകൊണ്ടായാലും രണ്ടുപേരുടെയും മനസ്സ് വളരെ സ്നേഹമുള്ള ഇണക്കുരുവികളെപ്പോലുള്ള ഒരു മനസ്സായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ചരിത്രത്തിൻ്റെ രേഖകളിൽ, ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിൽ വളരെയധികം വിസ്മയം കാണിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതമാണ് ഇരുവരും നയിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ചരിത്രത്തിൽ പല നിലയ്ക്കും നമുക്ക് ഫാത്തിമ ബീവിയുടെ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ കഴിയും. ഫാത്തിമ ബീവി ധാരാളം ഹദീസുകൾ കണ്ടും കേട്ടും വളർന്നിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിട്ടുള്ളത്. ഹദീസിൻ്റെ വിഷയത്തിൽ ധാരാളം ഹദീസുകളൊന്നും ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് ബുഖാരിയിലോ മുസ്ലിമിലോ മറ്റു ഹദീസുകളിലോ കാണാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് മഹദിയായ ഫാത്തിമ ബീബി ജീവിച്ചത് എന്നുണ്ടെങ്കിൽ പോലും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കുറഞ്ഞ രൂപത്തിലൊക്കെ മഹദിയുടെ റിവായത്തുകൾ നമുക്ക് കാണാൻ പറ്റും. റിവായത്തുകളെ എണ്ണീറ്റുള്ളത് നമുക്കറിയാം. പലതരം ഹദീസുകളിലായിട്ട് റിവായത്തുണ്ടെങ്കിൽ പോലും ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദ് പോലുള്ള ഹദീസുകളൊക്കെ ഏകദേശം 18ഓളം വരുന്ന ഹദീസുകളൊക്കെ സ്ഥിരപ്പെട്ട രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹദി റിപ്പോർട്ട് ചെയ്ത് ഹദീസിനെ ഉദ്ധരിച്ച് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. ഒന്നാമത്തത് അലി തങ്ങൾ തന്നെയാണ്. രണ്ടാമത്തത് മഹദിയുടെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇങ്ങനെ ധാരാളം പേര് മഹദി പറഞ്ഞിട്ടുള്ള ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ധാരാളം അറിവിൻ്റെ ഗനിയുള്ള മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ അടുപ്പം. എന്തിനോളം പറഞ്ഞ റസൂലുള്ളാഹി വഫാത്തിൻ്റെ സമയത്ത് രോഗം ബാധിച്ചുകൊണ്ട് ക്ഷീണിച്ചു നിൽക്കുമ്പോൾ പോലും ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള ധാരാളം മഹത്തുക്കളുണ്ടായിട്ട് പോലും ഫാത്തിമ ബീവിയുടെ മടിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിക്കുമ്പോൾ കിടക്കാറുള്ളത്. ഫാത്തിമ ബീവിയുടെ തമാശകളും സന്തോഷങ്ങളുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം കൂടിയായിരുന്നു. ഫാത്തിമ ബീവിക്ക് റസൂലുള്ള വസിയത്ത് കൊടുത്തിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോകുമായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ചരിത്രത്തിൽ അഹ്ലു ബൈത്ത് എന്ന് ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ഒരു കുടുംബമെന്ന് പറയുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുടെയും ജീവിതം കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ഇരുവരെയും ചേർത്ത്, ഈ 4 പേരെയും ചേർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു സയ്യിദിൻ്റെ പരമ്പര, ഒരു സാദാത്ത് പരമ്പര തന്നെ റസൂലുള്ളാഹി അടയാളപ്പെടുത്തുന്നത്. തൻ്റെ കുടുംബം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയിലൂടെയാണ് ആ ഒരു ബന്ധം പൊതുസമൂഹത്തിന്, ലോകത്തിന് അറിയിച്ചു കൊടുത്തത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ലളിതമായ ജീവിതം നയിച്ച മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തൻ്റെ വഫാത്തിൻ്റെ സമയത്ത് കുറഞ്ഞ വസിയത്തുകൾ മഹാനായ അലിയോർ തങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അലിയോർ തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് ഫാത്തിമ ബീവിയെ അല്ലാത്ത ഒരാളെ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. അത്രത്തോളം അഗാധമായിട്ടുള്ള പ്രണയത്തിലായിരുന്നു ഇരുവരും. കൊടുക്കുന്ന പ്രധാനപ്പെട്ട വസിയത്തുകളിൽ ഒന്നാമത്തത് അലിയോർ തങ്ങൾ തന്നെ മയ്യത്ത് കുളിപ്പിക്കണമെന്നായിരുന്നു. രണ്ടാമത്തത് രാത്രിയിലായിരിക്കണം എന്നെ മറവ് ചെയ്യേണ്ടത്, കാരണം തൻ്റെ ജനാസ മറ്റാരെയും കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മൂന്നാമത്തത് തൻ്റെ ജനാസയുടെ അടുക്കൽ മഹദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന
അകന്ന ബന്ധുക്കളാകട്ടെ മറ്റെന്തോ ആകട്ടെ അതൊന്നും ഉണ്ടാകരുത് എന്നും മഹദി വസിയത്ത് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ തൻ്റെ ജനാസ ഒരു പുതപ്പിട്ടുകൊണ്ട് മൂടിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് കാണാത്ത രൂപത്തിലേക്ക് ഒരു പ്രത്യേക മയ്യത്ത് കട്ടിലുള്ള തൻ്റെ ജനാസയെ ആരും കാണരുത് എന്നുള്ള ഒരു പ്രത്യേക വസിയത്തും ഉണ്ടായിരുന്നു. അങ്ങനെ മദീനയിൽ വെച്ചിട്ടായിരുന്നു മഹദിയായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന. ഹിജറയുടെ 11-ാമത്തെ വർഷമാണ്. ഏകദേശമാണ് ചരിത്രത്തിലേക്ക് രേഖപ്പെടുത്തുന്നത്. 24-ൻ്റെയും 29-ൻ്റെയും ഇടയിലുള്ള ഒരു വർഷമായിട്ടാണ്. പലതരം റിവായത്തുകളൊക്കെ ഉണ്ട്. അത്രക്കും ചുരുങ്ങിയ വയസ്സ് മാത്രമേ മഹദിയായ ഫാത്തിമ ബീവിക്കുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ലോക ചരിത്രത്തിൽ എല്ലാവരെയും കണ്ണീരായിക്കൊണ്ടായിരുന്നു മഹദിയുടെ വഫാത്ത് സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകർക്ക് മാതൃകയാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പൊതുസമൂഹത്തിൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും ഉത്തരവാദിയായിക്കൊണ്ട് എല്ലാ നേട്ടങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രൂപത്തിലുള്ള ജീവിതം, അത്തരത്തിൽ ദൃഢമായ സുഹുദുള്ള ജീവിതം തന്നെയായിരുന്നു. മഹദിക്ക് 4 മക്കളുണ്ടായിരുന്നു. ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു, പിന്നെ സൈനബ് റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ 4 മക്കൾ മഹദിക്ക് ബഹുമാനപ്പെട്ട അലിയോർ തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മരണം വരെ ഇസ്ലാമിൻ്റെ ശരീഅത്ത് പ്രകാരം ജീവിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗനിവാസികളായ സ്ത്രീകളുടെ സയ്യിദത്തി എന്നുള്ള സ്ഥാനപ്പേര് കൊടുത്തതുകൊണ്ട് തന്നെ മഹദിയുടെ ജീവിതം വളരെ ശുദ്ധമായ ജീവിതം, എല്ലാ സ്ത്രീകൾക്കും മാതൃകയാക്കാവുന്ന ദാമ്പത്യ ജീവിതമാകട്ടെ, മറ്റുള്ള എല്ലാത്തരം ബന്ധങ്ങളാകട്ടെ, എല്ലാത്തരം സ്വഭാവങ്ങളാകട്ടെ, എല്ലാ സ്ത്രീകൾക്കും ഗുണോപദേശം സ്വീകരിക്കാവുന്ന ജീവിതത്തിൻ്റെ മാതൃകാ രീതിയായിരുന്നു മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയിലൂടെ നമുക്ക് കാണാൻ പറ്റുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിൻ്റെ സമയത്ത് വസിയത്ത് കൊടുത്ത സമയത്ത് ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന മുഖം, 2 മുഖവും കണ്ട സമയത്ത് എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് കേട്ടപ്പോൾ കരഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ താൻ മരിക്കുകയാണെന്ന് റസൂൽ പറഞ്ഞുവത്രേ. താൻ ഇഹലോകവാസം വെടിഞ്ഞുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രിയനായ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ കരഞ്ഞതാണെന്ന് പറഞ്ഞു. പിന്നീട് ഉടനെ തന്നെ ചിരിച്ചതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ തന്നിലേക്ക് ആദ്യമായിട്ട് ചേരുന്നത് ഫാത്തിമ നീ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഉപ്പയിലേക്ക് ആദ്യമായിട്ട് മരിച്ചുകൊണ്ട് ചെല്ലുന്നത് ഞാനാകുമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ചിരിച്ചതാണെന്നും മഹദി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം നമുക്ക് വളരെ മാതൃകയാണ്. ഈ മാതൃകയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്തരത്തിൽ എല്ലാ മേഖലയും റസൂൽ ഉപകാരപ്പെട്ട ധാരാളം പേരുണ്ട്. ആ പേരിൽ ഒന്നാമത്തേതായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഈമാനും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.